ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ടേസ്റ്റിയും ഹെൽത്തിയുമായ കൂണച്ചാറാണ്. അപ്പോൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ചിപ്പിക്കൂണാണ്. അച്ചാറിന് വേണ്ടി എടുത്ത കൂണ് ചിപ്പിക്കൂണാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കൂണാണ് കേട്ടോ ഇത്. ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് കഴുകിയെടുക്കണം. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കാരണം വിഷാംശമൊന്നും അതിൽ ഇല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുന്നതുള്ളൂ. പുറത്തുനിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ചുടുവെള്ളത്തിൽ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് കഴുകി 10 മിനിറ്റൊക്കെ ഇട്ട് കഴുകിയെടുക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പുഴു ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. പെട്ടെന്നൊന്നും കാണാൻ കഴിയില്ല. വെള്ള കളറിലുള്ള പുഴുക്കളാവും. അപ്പോൾ ഇവിടെ പാക്കിങ്ങൊക്കെ ഉണ്ട്. പാക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ എമർജൻസിയുടെ ലൈറ്റിൽ അത് സ്കാൻ ചെയ്ത് നോക്കിയിട്ടാണ് പാക്ക് ചെയ്യുക. എന്താണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല ഈ പുഴുക്കളട്ടോ കൂണിലെ. അങ്ങനെ സൂക്ഷിച്ച് നോക്കണം. കാണുമ്പോൾ നല്ല ഫ്രഷ് കൂൺ തന്നെയാവും, ഉള്ളിലാവും ഈ കൂണിൽ പുഴുക്കൾ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകി നന്നായി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. വെള്ളം നല്ല വാർന്ന് കിട്ടണം. വറുത്തിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നല്ല വെള്ളം വാർന്നതിൻ്റെ ശേഷം 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് ചെറിയ സ്പൂണാണ് പൊടിയുപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് തിരുമ്മി വെക്കണം. ഒരു 5-10 മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ലെണ്ണയാണ് വറക്കാൻ വേണ്ടിയിട്ട് എടുക്കണത്. വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. നല്ലെണ്ണയാണെങ്കിൽ കുറച്ച് സമയമല്ല, ദിവസം കേടുവരാതെ ഇരിക്കും. അപ്പോൾ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ വറുത്ത് കോരി എടുക്കുകയാണ്. കുറച്ചധികം ഉണ്ട് വറക്കാൻ. പക്ഷെ വറുത്ത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ പാത്രത്തിലേക്കുള്ളതേ ഉള്ളൂ. ഉപ്പും ഒക്കെ ചെല്ലുമ്പോൾ കൂണൊക്കെ ചെറുതായി വന്നു. ഇത്രയും വറുത്തെടുക്കാനുണ്ട്. 4 പ്രാവശ്യമായിട്ടാണ് ഞാൻ വറുത്തെടുത്തത്. പക്ഷെ വറുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, മുളക് ഒക്കെ എടുത്തിട്ട് അച്ചാറിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് വറുത്ത് കോരണം. അങ്ങനെ എല്ലാതും വറുത്ത് കോരി പാകത്തിനാണ്. നല്ലോണം മൊരിയൊന്നും ചെയ്യാതെ പാകത്തിന് അത് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ആ വറുത്ത എണ്ണയിലേക്ക് തന്നെയാണ് 1 സ്പൂണ് കടുകും 1/2 സ്പൂണ് ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ അച്ചാർ പൊടിയും 1 സ്പൂണ് മുളക് പൊടി. എരിവ് ഇഷ്ടമുള്ളവർ എരിവ് കൂട്ടി കൊടുക്കുക. ഇതിൽ മുളകൊക്കെ നല്ല എരിവുള്ളൊരു മുളകാണ്. അപ്പോൾ കുറച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ വെളുത്തുള്ളിയും മുളകും ഇഞ്ചിയും ഒന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ മസാലകൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മസാലകളൊക്കെ ചേർത്ത് കൊടുത്തു. 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കളറിന് വേണ്ടി. എരിവ് ഇഷ്ടമുള്ളവർ എരിവ് കൂട്ടിയിടാം കേട്ടോ. ഇവിടെ എരിവ് കുറവാണ്, അത് കാരണം കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. ഇതിലോട്ട് വറുത്ത് കോരി വെച്ച കൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ. ഒരു 4 പ്രാവശ്യം വറുത്തെടുത്ത കൂണാണ്. പക്ഷേ വറുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചായി മാറി. അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുത്തത്. അതൊരു ഗ്ലാസ് ഒഴിച്ച് കൊടുത്തു. മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് സിമ്മിലിട്ടിട്ട് അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ വിനാഗിരി ഒരു 4 സ്പൂണ് അത്രയൊക്കെ ചേർത്തിട്ടുള്ളൂ. ഇവിടെ വിനാഗിരി അധികം ഉപയോഗിക്കാറില്ല, അത് കാരണമാണ്. വിനാഗിരി ഇഷ്ടമുള്ളവരും ഒരു ഒക്കെ ഒഴിച്ച് കൊടുക്കട്ടോ. 1 ഗ്ലാസ്സോ അങ്ങനെയൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ വിനാഗിരി ആവശ്യമാണ്. അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാട്ടോ അച്ചാറൊക്കെ റെഡിയായി വന്നു. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിന് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കൂൺ അച്ചാർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, അടിപൊളിയാട്ടോ. അപ്പോൾ ഇതാണ് വീഡിയോ ഉണ്ടാക്കിയ അച്ചാർ, അടിപൊളിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ